ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇപ്പോഴും ഉള്ളത് SSLC ചാനലാണ്. നമുക്ക് MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലുണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ കംപ്ലീറ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ സയൻസ് ക്ലാസ് കാര്യങ്ങൾ, ലൈവ് സെക്ഷൻസ് എല്ലാം MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലിലാണ് ഉണ്ടാവുക. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് MS സൊല്യൂഷൻസിൻ്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ A+ കൊടുക്കാനും പഠിച്ചവനെ മറക്കല്ലേ. ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഒരു സമാധാനം നൽകുന്ന, ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് സ്കൂൾ വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ വാർത്താ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഒരു വാർത്തയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ, നിങ്ങൾ ഈ വർഷം SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ +1-ൽ സയൻസ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ സയൻസിൻ്റെ ഷുവർ A+ ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. +1-ൻ്റെ ബുക്കും അവൈലബിൾ ആണ്, +2-ൻ്റെ ബുക്കും അവൈലബിൾ ആണ്. ആ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ വേറെ എവിടെ നിന്നും കിട്ടൂല. MS സൊല്യൂഷൻസിൻ്റെ ഓൺ ബുക്കാണ്. ഇതിൽ തന്നെ ചാപ്റ്റർ വൈസ് നോട്ട്സ് വരുന്നുണ്ട്, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൂടാതെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ബേസിക് എൻട്രൻസ് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോർഡ് എക്സാമിന് എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന MS സൊല്യൂഷൻസിൻ്റെ മോഡ്യൂൾ ബുക്ക് 3 എണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഇതിപ്പോൾ ഓണപരീക്ഷയ്ക്കുള്ള മോഡൽ ബുക്ക് എടുക്കുക, പോവുക. ഓണപരീക്ഷൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 കൂടി ഒരൊറ്റ ബുക്കിലാക്കിയതാ. നല്ല ഫ്രഷ് ആയിട്ടുള്ള A4 ഷീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ക്രിസ്മസ് എക്സാമിനേക്കുള്ള മോഡ്യൂൾ 2 ഉണ്ട്, അതുപോലെ മെയിൻ എക്സാമിനേക്കുള്ള മോഡ്യൂൾ 3 ഉണ്ട്. ശരിയാണല്ലോ? യെസ്, തീർച്ചയായിട്ടും ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാനിവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. 1450 രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ കഴിയും. കാരണം പുതിയ പ്രിൻറ്റിങ്ങിനൊക്കെ നല്ല ചാർജ് വരുന്നുണ്ട്, അതുകൊണ്ട് റേറ്റിൽ മാറ്റം ഉണ്ടാകും. ഇപ്പം 1650 രൂപ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, CS എന്ന് പറയുന്ന സബ്ജക്റ്റുകളുടെ പുസ്തകത്തിന്, എല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പുസ്തകത്തിന് 1450 രൂപ മാത്രമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. 8075 12 50 31. യെസ്, ഇനി നമ്മുടെ എന്താണ് സാറേ ആ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SSLCയിൽ ഈ വർഷം മികച്ച വിജയശതമാനം എന്നുള്ള സൂചനയാണ് വാർത്താ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ വന്ന വാർത്തയുടെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ SSLC, THSLC പരീക്ഷകളുടെ ഫലം മെയ് 9-ന് പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മന്ത്രി V. ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ആകെ 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതി. ഇതിൽ എന്നോട് ഓഫായി പോയതാ, അല്ലാ. യെസ്, എടാ ആരും ബേജാറാണ് കേട്ടോ, അതൊക്കെ എൻ്റെ നേക്കാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാൻ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലേ സ്ക്രീൻ എന്താ ഓഫായി പോയി? ഓക്കെ, യെസ്. ഈ വർഷമാകെ 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതി. ഇതിൽ ആൺകുട്ടികൾ 2,17,696, പെൺകുട്ടികൾ 2,09,325 പേരുമാണ്. ഈ വർഷം പരീക്ഷ എഴുതിയത് കൂടുതലും ആൺകുട്ടികളാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ കൂടുതൽ മെജോറിറ്റിയും പെൺകുട്ടികളുള്ള ക്ലാസ് റൂമുകളായിട്ട് ഉണ്ടാവാറുള്ളത്. പക്ഷേ ബോയ്സ് അത്രയും കുറവാണ് ഉണ്ടാവില്ല. പക്ഷേ കണക്കുകൾ പ്രകാരം 2,17,696 പേരാണ് ആൺകുട്ടികൾ പരീക്ഷ എഴുതിയത്. ഓക്കെ, ഇനി സർക്കാർ മേഖലയിൽ 1,42,298 വിദ്യാർത്ഥികളും, എയ്ഡഡ് മേഖലയിൽ 2,50,092 വിദ്യാർത്ഥികളും, അൺഎയ്ഡഡ് മേഖലയിൽ 29,631 വിദ്യാർത്ഥികളും ഒക്കെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മെയ് മാസം 9-ാം തീയതി, നല്ലൊരു ദുഃഖവെള്ളി ആവാതിരിക്കട്ടെ, ദുഃഖവെള്ളി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. മെയ് 9 വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സോ മെയ് 9-ാം തീയതി ഈ ഒരു വാർത്ത നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് SSLCയുടെ റിസൾട്ട് പുറത്തു വരുന്ന സമയം തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ മികച്ച വിജയശതമാനം എന്നുള്ള സൂചനയും കൂടി ഇതേ സ്കൂൾ വാർത്താ ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട്. മികച്ച വിജയശതമാനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന 4,20,000-ഓളം സംതിങ് പരീക്ഷകൾ എഴുതിയ കുട്ടികളിൽ എല്ലാവരും ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 99% ഉണ്ട്. അപ്പോൾ ഈ കൊല്ലവും
അതേ മികച്ച വിജയശതമാനം തന്നെയായിരിക്കും. എന്നാൽ ഫുൾ എ പ്ലസുകളുടെ എണ്ണം കൂടുതലാണോ കുറവാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തോറ്റവരുടെ എണ്ണം കുറവാണെന്നുള്ള സൂചനയാണ്, ഒരു അൺഒഫീഷ്യൽ വാർത്തയാണ് സ്കൂൾ വാർത്താ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന, കാതോർത്ത് നിൽക്കുന്ന മെയ് 9 എന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. നാട്ടുകാർ, കൂട്ടുകാർ, കുടുംബക്കാർ, വീട്ടുകാർ, ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളുടെ ആ ഒരു ദിവസത്തിൽ 6 അക്ക സംഖ്യയുള്ള രജിസ്റ്റർ നമ്പർ ചോദിച്ചു കൊണ്ടുവരും. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. നിങ്ങളുടെ സ്കൂള് റിസൾട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളുകളിൽ ഫുൾ എ പ്ലസ് നേടിയ ലിസ്റ്റിൽ പോസ്റ്ററിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടോ എന്നായിരിക്കും എല്ലാവരും പരിധി നോക്കുന്നുണ്ടാവുക. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. Let's wait and see. Okay, so it's me, MS Solutions. മറന്നു പോകണ്ട, MS Solutionsൻ്റെ +1 ഷുവർ പ്ലസ് ബുക്കും +2 ഷുവർ പ്ലസ് ബുക്കും നിലവിൽ അവൈലബിൾ ആണ്. ഇതുപോലെ പൊന്നുമോനെ സ്റ്റോക്ക് കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ വിചാരിക്കും സാറേ ഇപ്പോൾ സയൻസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് വാങ്ങിയാൽ പോരെ. സ്റ്റോക്ക് അവൈലബിൾ ഇപ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ 1450 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കുകയാണ് സാർ എനിക്ക് സയൻസ് കിട്ടിയിട്ടില്ല, കൊമേഴ്സാണ് കിട്ടിയതെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം, ടോട്ടൽ പേയ്മെൻറ്റ് തിരിച്ച് തരികയും ചെയ്യും. ഓക്കെ, സോ വേഗം തന്നെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.